നമസ്കാരം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. വേദ ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ പല പ്രധാന ഗ്രഹങ്ങളും 2025 രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏവരും ഉറ്റുനോക്കുന്നതായ രാശിമാറ്റം ശനിയുടേതാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് കടക്കുന്നത്. എന്നാൽ അതിനു മുൻപായി തന്നെ അടുത്ത ആഴ്ച ശനി മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഡിസംബർ 27 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കർമ്മഫലദാതാവായ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു രാശിയിൽ 2.5 വർഷമാണ് ശനി ഉണ്ടാകുക എങ്കിൽ പോലും ഒരു നക്ഷത്രത്തിൽ 1 വർഷമാണ് ശനി ഉണ്ടായിരിക്കുക. രാശിമാറ്റമാണ് എങ്കിലും നക്ഷത്രമാറ്റമാണ് എങ്കിലും ശനിമാറ്റം ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതാകുന്നു. ഈ മാറ്റം മൂലം ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മേടം രാശിയിൽ ജനിച്ച ഈ വ്യക്തികൾക്ക് ശനിയുടെ നക്ഷത്രമാറ്റം ഏറ്റവും ഗുണകരമായി തീരുന്ന സമയമാകുന്നു. ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരാം. കർമ്മരംഗത്ത് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകാം. തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി പോലെ തന്നെ നിങ്ങൾക്ക് കുടുംബജീവിതവും അനുകൂലമായി തീരാം. കാരണം കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ ചില സഹായങ്ങൾ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ധനം തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും കൈകളിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. തൊഴിൽപരമായ വളർച്ച നിങ്ങൾക്ക് വന്നു ചേരാവുന്നതായ സമയമാകുന്നു. ശനിദേവന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശനീശ്വരനെ ഭജിച്ച് സാക്ഷാൽ പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്ര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റമാണ് വന്നു ചേരുക. ശനിയുടെ അടുത്ത ആഴ്ചയിലെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുക. പ്രധാനമായും പഠനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പഠന കാര്യങ്ങളിൽ ഉണ്ടാകുന്നതായ പലവിധ തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഉന്നതമായ വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരാം. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രശസ്തി, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും.
നിങ്ങളുടെ മികവിനുള്ള അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഉചിതമായ ഫലം തന്നെ നിങ്ങളെ തേടിയെത്താം. പണത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായ സമയമാകുന്നു. ബന്ധങ്ങളിലെ പല പ്രതിസന്ധികളും അവസാനിക്കുന്നതാകുന്നു. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ശനി പ്രീതിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ശനിയുടെ അനുഗ്രഹവും ഒപ്പം ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉദ്ദിഷ്ടകാര്യസിദ്ധി, കാര്യവിജയങ്ങൾ വന്നു ചേരുക, കാര്യ തടസ്സങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും പരമശിവനെയും ശനീശ്വരനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിയുടെ നക്ഷത്രമാറ്റം വളരെയധികം സൗഭാഗ്യം, ഭാഗ്യം നൽകും എന്ന കാര്യം ഓർക്കുക. പലവിധ ആശങ്കകളും ടെൻഷനുകളും ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലുള്ള ആ പ്രശ്നങ്ങളെ വഴിമാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാം. വളരെ കാലമായി മാറ്റി വച്ചിരിക്കുന്നതായ ചില ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനു പുറമെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ ആഹ്ലാദകരമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സ്നേഹവും അടുപ്പവും ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ വിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശനീശ്വരനെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം പരമശിവനെയും സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പല അവസരങ്ങളും ശനിദേവനായി തന്നെ നൽകും. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ മറക്കാതിരിക്കുക. എന്നാൽ ഈ സമയം ദുശ്ചിന്തകൾ പോലുള്ള കാര്യങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുവാൻ, അത്തരം ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തരും.